ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു തൊഴിൽ മേഖലയാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഇന്ത്യയുടെ ലോകത്തിൻ്റെ സാന്നിധ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 3-ാം സ്ഥാനത്താണ്. ഈ ഒരു മേഖലയിലെ വളർച്ച, അതായത് എയറോനോട്ടിക്കൽ മേഖലയുടെ വളർച്ച, വ്യോമയാന രംഗത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ ഏതാണ്ട് 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്തേക്ക് എത്തുന്നതിന് ഏറെക്കാലം വേണ്ടി വരികയുമില്ല. നമ്മുടെ നാട്ടിൽ വിമാനത്താവളങ്ങളുടെ എണ്ണം കൂടുന്നു, എയർ സർവീസുകളുടെ എണ്ണം കൂടുന്നു, അതേപോലെ തന്നെ ISRO അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തന മേഖല വിപുലപ്പെടുന്നു. നമ്മൾ ഒരു മാസം ഒരു ഉപഗ്രഹം മിനിമം വിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അത് കുറച്ചുകൂടി ജനകീയവൽക്കരിച്ചുകൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ കൂടെ വാണിജ്യവൽക്കരിക്കാനുള്ള തീരുമാനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വ്യോമയാന രംഗത്ത് വിപുലമായ സാധ്യതകളുണ്ട്. നിരവധി വിമാന നിർമ്മാണ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. കൂടാതെ പുതിയ പുതിയ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വാർഷിക വളർച്ചാ നിരക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഒരു 6% നമുക്ക് കാണാൻ കഴിയുന്ന ഈ തൊഴിൽ മേഖല സമ്മാനിക്കുന്ന സാധ്യതകളെയും നമുക്ക് കണ്ടെത്താം. ഒരു വലിയ ഹൈ റെമ്യൂണറേഷൻ കിട്ടുന്ന, ഹൈ ഏണിംഗ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖല, ഹൈ റെപ്യൂട്ടേഷൻ കിട്ടുന്ന ഒരു തൊഴിൽ മേഖല. അപ്പം നമ്മളുടെ ഒരു കരിയർ എസ്റ്റീം വളരെ മികച്ച രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഈ മേഖലയിൽ പക്ഷേ നമുക്ക് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിച്ച് പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. മികച്ച അക്കാഡമിക് മികവും മികച്ച സ്ഥാപനങ്ങളുടെ സപ്പോർട്ടും നമുക്കിവിടെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ സാധ്യതകളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ജോലി തരേണ്ടത് പലപ്പോഴും എയർക്രാഫ്റ്റ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ അനവധി ആൾക്കാരുടെ ജീവൻ്റെ സുരക്ഷിതത്വം നമ്മുടെ കൈകളിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പുതിയ പുതിയ എയർക്രാഫ്റ്റുകളുടെ ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിൽ, അതിൻ്റെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ, തേജസ് അടക്കമുള്ള ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO പോലുള്ള സ്ഥാപനങ്ങളിൽ ഒക്കെ നമുക്ക് പൈലറ്റ് ഇല്ലാത്ത വിമാനങ്ങളും പൈലറ്റ് ഉള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ നിർമ്മിക്കുന്ന അനവധി സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. അതുകൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ ബോയിങ്ങും ഒക്കെ അടക്കമുള്ള സ്ഥാപനങ്ങൾ ധാരാളം അവസരങ്ങൾ തുറന്നിടുന്ന ഒരു മേഖല കൂടിയാണ്. നാസ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ വിവിധ തൊഴിൽ മേഖലകൾ ഒക്കെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന മേഖലകളാണ്. അപ്പോൾ ഇവിടേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് 2 രീതിയിലാണ് പോകാൻ കഴിയുക. ഒന്ന്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഡയറക്റ്റ് നമുക്ക് ഡിഗ്രി എടുക്കാൻ സാധിക്കും, BTech ഓർ BE പാസ്സാകാൻ സാധിക്കും. അപ്പോൾ അതിന് 2 ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിലാണ് എങ്കിൽ നമുക്ക് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യണം. അതല്ല IIT NIT പോലുള്ള സ്ഥാപനങ്ങളിൽ, തിരുവനന്തപുരത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ JEE അഡ്വാൻസ്ഡ് പാസ്സായിട്ട് ഏതാണ്ട് 2.5 ലക്ഷം റാങ്കിലൊക്കെ ഉൾപ്പെടുകയാണെങ്കിൽ അവർക്ക് JEE അഡ്വാൻസ്ഡ് എഴുതാൻ സാധിക്കും. JEE മെയിൻസിൽ 2.5 ലക്ഷം റാങ്കൊക്കെ വന്നാൽ JEE അഡ്വാൻസ്ഡ് എഴുതാം. അഡ്വാൻസ്ഡ് പാസ്സായാൽ മികച്ച സ്കോർ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇത്തരം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഏവിയോണിക്സും എയറോഡൈനാമിക്സും പോലെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. എയർ ട്രാഫിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഡെവലപ്പ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. പല സാഹചര്യങ്ങളിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള മാക്സിമം സെക്യൂരിറ്റി, റഡാർ പോലെയുള്ള ഉപകരണങ്ങളുടെ വികസനം, അതുപോലെ തന്നെ എയർ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് തിയറി, ക്ലൈമറ്റ്, ഇതെല്ലാം, കാരണം നമ്മൾ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനുള്ളിലുള്ള ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു മേഖല. എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് അതാണ്. എന്നാൽ നേരെ മറിച്ച് സ്പേസ് ക്രാഫ്റ്റുകൾ എന്ന് പറയുമ്പോൾ അതിന് പുറത്തേക്ക് പോകുന്ന, അന്യഗ്രഹങ്ങളിൽ ഭൂമിയുടെ ഒരു ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് നമ്മുടെ ക്ലൈമറ്റിനെ മറികടന്നു പോകുന്ന വാഹനങ്ങളാണ് സ്പേസ് ക്രാഫ്റ്റുകൾ. അപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്ന രീതിയിലല്ല എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കപ്പെടേണ്ടത്. എയർക്രാഫ്റ്റുകളും സ്പേസ് ക്രാഫ്റ്റുകളും ഇതേപോലെ ധാരാളം സാധ്യതകൾ ഒരുക്കുന്ന മേഖല തന്നെയാണ് എയർ ട്രാഫിക് മേഖലയിലും. അതുപോലെ തന്നെ സാധ്യതകളുണ്ട്. ഒരു
നമ്മുടെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മേഖലയിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക്. അവിടെ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു ലൈസൻസിങ് പ്രോഗ്രാം ചെയ്തുകൊണ്ട് 3 വർഷത്തെ ഒരു ലൈസൻസിങ് പ്രോഗ്രാമിനുള്ള സാധ്യതകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 2 മേഖലകളിലേക്ക് പോകാൻ സാധിക്കും. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട മേഖല, അപ്പുറത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട 2 മേഖലകളിലേക്കും ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടെ മികവുറ്റ പഠന സാധ്യതകൾ ഒരുക്കപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രം നോക്കി എപ്പോഴും ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം വിമാനം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു യാത്രാവാഹനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു യാത്രാവാഹനമാകുമ്പോൾ പഠനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കൂടുതൽ വിപുലമായ സാങ്കേതിക ജ്ഞാനം ആവശ്യമുള്ളതായിട്ട് വരും. ആ സാങ്കേതിക ജ്ഞാനത്തെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ കഴിയും? അതിന് തക്ക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് ഉള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനങ്ങളാണോ നമ്മൾ ചേരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ IIT NIT ഒക്കെ നമുക്കൊന്നും സംശയിക്കാനില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി ഏഷ്യയിലെ ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഈ മേഖലയിൽ നമുക്ക് പഠന സാധ്യതകൾ ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെയൊക്കെ നമുക്ക് ചേരുന്നതിന് ഒരു റിസ്ക് ഫാക്ടർ കുറവാണ്. നേരെ മറിച്ച് മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ഒരു സാധ്യതകളെ കുറച്ചുകൂടെ ഇവാലുവേറ്റ് ചെയ്യണം. നല്ല മികച്ച സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്, അപ്പോൾ അത് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ചേരാനായിട്ട്. കാരണം ഇതൊരു വളരെ പ്രീമിയമായിട്ടുള്ളൊരു പഠന തൊഴിൽ മേഖലയാണ്. അവിടേക്കുള്ളൊരു എൻട്രി പ്രധാനമായിട്ടും ക്വാളിറ്റിയെ ബേസ് ചെയ്താണ് വരിക. നമ്മുടെ സർക്കാർ മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ ധാരാളം അവസരങ്ങൾ, കാരണം പല വിദേശ യുദ്ധവിമാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പലതും സ്വകാര്യ മേഖലയിൽ നിർമ്മാണ പങ്കാളിത്തങ്ങളുണ്ട്. ഈ പങ്കാളിത്തങ്ങളെയൊക്കെ നമുക്ക് തൊഴിൽ മേഖലയിലേക്ക് പതുക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം. തൊഴിൽ സാധ്യതയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അത്തരത്തിൽ തൊഴിൽ സാധ്യതയായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ മേഖലയിൽ റിസർച്ച്, ഡെവലപ്മെൻറ്റ്, ഡിസൈനിങ്, ഈ 3 മേഖലകളിലും സ്കിൽഫുള്ളായിട്ടുള്ള എൻജിനീയേഴ്സിൻ്റെ ആവശ്യകത നമുക്ക് ഏറെയാണ്. ടെക്നീഷ്യന്മാരായിട്ട് IT പാസ്സായവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സൂപ്പർവൈസറി കേഡറിൽ ഒരു പോളിടെക്നിക് ഡിപ്ലോമ പാസ്സായവർക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലകളിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ വളരെ തിയറിറ്റിക്കലായിട്ട് നല്ല നോഹൗ ഉള്ള എൻജിനീയേഴ്സ് തന്നെ വേണം. ആ എൻജിനീയറിംഗ് മേഖലകളിലേക്ക് കടന്നു പോകാൻ താല്പര്യമുള്ളവർ പാഷനേറ്റ് ആയിട്ടുള്ള, ഫിസിക്സിൽ നല്ല താല്പര്യമുള്ള ആൾക്കാർ കൂടിയായിരിക്കണം. കാരണം എയറോഡൈനാമിക്സും തെർമൽ ഡൈനാമിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിരവധി ടേമുകളുണ്ട്. ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട, ആസ്ട്രോഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളൊക്കെ ഉണ്ട്. മെറ്റീരിയോളജിയുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ ഇവിടെ പഠിക്കാനുണ്ട്. കമ്മ്യൂണിക്കേഷൻ പഠിക്കാനുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു മേഖലയാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. ഒരുപക്ഷെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഏരിയ എന്ന് കൂടി വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ഒരു പ്രീമിയം പഠന മേഖല എന്ന നിലയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും മികവുറ്റ സ്കോറോടുകൂടി പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾ, ഈ മേഖലയിൽ അതീവ തൽപരരായിട്ടുള്ള കുട്ടികൾ, അവർക്ക് പോകാൻ കഴിയുന്ന മേഖലയാണ് ഈ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന മികച്ച തൊഴിൽ സാധ്യതകൾ ഒരുപക്ഷെ ഭാവിയിൽ ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ് ഇവിടെ. ഒരുപക്ഷെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കുറവ് ഉള്ള, കാരണം ഇപ്പോൾ സീപ്ലെയിൻ പോലുള്ള പുതിയ ടൂറിസം രംഗത്ത് കൂടുതൽ വിമാന സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈന്യത്തിന് ധാരാളം ആവശ്യകതകൾ ഈ മേഖലയിലുണ്ട്. വിമാനങ്ങളുണ്ട്, അതുപോലെ തന്നെ എയർപോർട്ടുകളുണ്ട്. എയർ ട്രാഫിക് കൺട്രോളർ മേഖലയിലേക്കൊക്കെ ജോലി ചെയ്യാനായിട്ട് ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുള്ള ആർക്കും പറ്റുമെങ്കിലും ഈ മേഖലയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ സാധ്യതകൾ ഏറെയാണ്. അതേപോലെ തന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട, ഒരു എയർപോർട്ടിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളുമായിട്ട് ബന്ധപ്പെട്ട റൂട്ടീനായിട്ട് ചെക്കപ്പ് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് തുടങ്ങിയ മേഖലകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിമാനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള അറ്റകുറ്റപ്പണികൾക്കുള്ള ഒരു ഹബ്ബായിട്ട് നമ്മളുടെ പല വിമാനത്താവളങ്ങളും ഇന്ന് മാറിയിട്ടുമുണ്ട്. വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തന രംഗത്ത് ധാരാളം, ഇൻക്ലൂഡിങ് നമ്മുടെ തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള ഹാങ്ങറുകൾ സ്ഥാപിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ
ഇവിടെയൊക്കെ എയറോനോട്ടിക്കൽ എഞ്ചിനീയർമാരുടെ സാധ്യതകൾ, അവരുടെ അവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല ഒരു 6% മുകളിൽ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വളർച്ചാ നിരക്ക് കാണിക്കുന്നത് കൊണ്ട് തന്നെ ആ മേഖലയിൽ അത്രയും സാധ്യതകളുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭാവിയിൽ ലോകത്തിൻ്റെ ഒരു വ്യോമയാന മേഖലയുടെ ഒരു ഹബ്ബായിട്ട് മാറാൻ കഴിയുന്നൊരു മേഖലയാണ് ഇത്. വെറും വിമാനങ്ങളിൽ മാത്രമല്ല ഇത് ഒതുങ്ങുന്നത്. നമ്മൾ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം പൈലറ്റ് ഇല്ലാത്ത ധാരാളം വിമാനങ്ങളുണ്ട്. നമുക്ക് ഹെലികോപ്റ്ററുകളും സെസ്ന പോലുള്ള ചെറിയ വിമാനങ്ങളും ബോയിങ് പോലുള്ള വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും മിഗ് അടക്കമുള്ള അല്ലെങ്കിൽ റാഫേൽ അടക്കമുള്ള നിരവധി വിമാനങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഡ്രോണുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ആ ഡ്രോണുകളും യഥാർത്ഥത്തിൽ ഈ എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യപ്പെടുന്നതാണ്, കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യപ്പെടുന്നവയാണ്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലും പ്രവർത്തിക്കാൻ ശരിക്കും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നുള്ള എഞ്ചിനീയർമാരുടെ സേവനമാണ് ഇതിൻ്റെയൊക്കെ റിസർച്ച് ഡെവലപ്മെൻറ്റ് മേഖലകളിൽ നമുക്ക് അവസരങ്ങൾ നൽകുന്നത്. അവർക്കായിരിക്കും കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന വിശാലമായ നമ്മുടെ വ്യോമയാന ഗതാഗത രംഗം നമുക്ക് മുമ്പിൽ സമ്മാനിക്കുന്ന എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന തൊഴിൽ മേഖലയെ നമുക്ക് സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് അക്കാഡമിക്കായിട്ട് ഒക്കെ തയ്യാറെടുക്കാം.